ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഞാനിന്നിവിടെ അവിയലുണ്ടല്ലോ, അവിയൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. പച്ചക്കറികളുടെ ഒരു സമ്മേളനം നടക്കുന്ന ഒരു കറിയാണല്ലോ അവിയൽ. ഇവിടെ ചേന, അതുപോലെ തന്നെ മുരിങ്ങക്കായ, പിന്നെ പടവലങ്ങ, പിന്നെ അതുപോലെ തന്നെ പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ പയറുണ്ടല്ലോ, അച്ചിങ്ങ എന്നൊക്കെ പറഞ്ഞു, അച്ചിങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു പച്ചമാങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്ക് വേണ്ടി പച്ചമാങ്ങ ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ തൈരും ചേർക്കാറുണ്ട്. ഞാനിന്ന് പച്ചമാങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ അവിയലിന്റെ കഷ്ണങ്ങൾ അറിയാലോ, നുറുക്കുന്നത് എപ്പോഴും നീളത്തിലായിരിക്കണം നുറുക്കിയെടുക്കേണ്ടത്. അതേപോലെ ഞാനെല്ലാം ഒരു നീളത്തിൽ അങ്ങോട്ട് നുറുക്കിയെടുത്തിട്ട് ഇത് വെക്കാനുള്ള പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അച്ചിങ്ങ, കായ, ക്യാരറ്റ്, അതുപോലെ തന്നെ ചേന, പിന്നെ പടവലങ്ങ, അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഞാൻ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുത്തു. ഈ കഷ്ണങ്ങളെല്ലാം ഞാനേ ഒരുമിച്ച് അങ്ങോട്ട് വേവിച്ചെടുക്കാൻ പോണാണ്. ഇതെല്ലാം വലിയ വേവില്ലാത്ത ഇതാണ്. അത് ചേനയൊക്കെ ആയാലും ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങോട്ട് നുറുക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ആദ്യം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്തിട്ടേ പിന്നെ അത് തിളച്ചൊക്കെ റെഡിയായി വരുമ്പോഴേക്കും ബാക്കിയുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്താൽ മതി നോക്കിയിട്ടേ. കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ടു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ ആവശ്യത്തിന്, ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതങ്ങോട്ട് വേവിക്കാൻ വെച്ചു. അപ്പൊ നല്ലവണ്ണം അങ്ങോട്ട് അടച്ച് അങ്ങോട്ടൊന്ന് വേവിക്കാൻ വെച്ചു. ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിനുള്ള അരപ്പ് ഒരു അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം. ആ ജീരകവും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചങ്ങോട്ട് എടുക്കണം. അപ്പൊ മിക്സി ആണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മതി. അപ്പൊ ഫൈനായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ലേ. ഇപ്പൊ പച്ചക്കറികളെല്ലാം നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റിയിട്ടുമുണ്ട്. പിന്നെ ആ ക്രഷ് ചെയ്ത് അങ്ങോട്ട് എടുത്ത തേങ്ങയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ടേക്ക് ആ പച്ചക്കറിയിലേക്ക് അങ്ങോട്ട് ചേർത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ ഇത് മിക്സ് ചെയ്യണ ടൈമിൽ തീ ഓഫ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ചെറിയ തീയായിട്ട് വെച്ചാൽ മതിയോ, കാരണം വെള്ളമൊക്കെ വറ്റിയതുകൊണ്ട്. ഇനിയിപ്പോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ ഉള്ളൂ. എന്നിട്ട് ഈ പറഞ്ഞ പച്ചക്കറിയുടെ ഈ ചൂടിൽ തന്നെ അങ്ങോട്ട് തേങ്ങ അങ്ങോട്ട് റെഡിയായി കിട്ടിക്കോളേ. അപ്പൊ നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്തട്ടെ ഇതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഇത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ നടുഭാഗേ ഒന്ന് ജസ്റ്റ് ഒന്ന് അതെല്ലാം ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ടേ ഒരു ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് ആ കറിവേപ്പില അങ്ങോട്ട് ഇടണം. എന്നിട്ട് കറിവേപ്പില അങ്ങോട്ട് ഇട്ടിട്ടേ ഇപ്പൊ കറിവേപ്പില ആവശ്യത്തിനുള്ള അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ, കുറഞ്ഞു പോകാണ്ടിരിക്കണം, കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനുള്ള കറിവേപ്പില അങ്ങോട്ട് ഇട്ടട്ടെ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി നിൽക്കാൻ പാകത്തിന് അത്യാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചാൽ മതി. ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തട്ടെ അവിയലുണ്ടല്ലോ അതാ കുഴി അങ്ങോട്ടേക്ക് ആ കറിവേപ്പിലേക്ക് അങ്ങോട്ട് മൂടി അങ്ങോട്ട് വെച്ച് അത് ശരിക്കും അങ്ങോട്ടൊന്ന് പൊത്തി അങ്ങോട്ട് വെക്കണം. അതങ്ങോട്ട് പൊത്തി അങ്ങോട്ട് വെച്ചട്ടെ കുറച്ചു നേരം അടച്ചങ്ങോട്ട് വെക്കണം. കുറച്ചൊന്ന് 1/2-3/4 മണിക്കൂറോളം അങ്ങോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചൂടിലേക്ക് ആ വെളിച്ചെണ്ണയിൽ ആ കറിവേപ്പിലേക്ക് ഒന്ന് റെഡിയായിട്ട് അങ്ങോട്ട് വന്നോളും. ഒരു 1/4-3/4 മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ആ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടാവും. പച്ചക്കറികളുടെയൊക്കെ നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. കൂട്ടുകാരെ, നല്ല സദ്യ സ്റ്റൈലുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ അവിയൽ റെഡി ആയിട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടേ. അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കുക, നല്ല അടിപൊളിയായിരിക്കും. നല്ല സൂപ്പർ സ്റ്റൈല് സദ്യയിലൊക്കെ നമ്മൾ കഴിക്കണം അതേ രുചി ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ.